ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ENTM സർവീസ് സെലക്ട് ചെയ്യാനുള്ള പോയിന്റുകൾ പറഞ്ഞു. ഒന്നെങ്കിൽ നമ്മൾ ലെവൽ ഓഫ് MDM വെച്ചിട്ട് അല്ലെങ്കിൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ടേബിൾ 1 ഉണ്ട്. ടേബിൾ 1 പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടേമാണ് സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം എന്ന് പറയുന്നത്. So a problem that runs a definite and prescribed course and is transient in nature and is not likely to permanently alter the health status. അതായത് പേഷ്യൻറ്റിൻ്റെ ഒരു പ്രോബ്ലം, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ കോൾഡ് അല്ലെങ്കിൽ ചെറിയൊരു ഇൻസെക്റ്റ് ബൈറ്റ്, അതിനൊക്കെ എന്താണ് ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെഡിസിൻ കഴിച്ചാലും ഇല്ലെങ്കിലൊക്കെ അത് ട്രാൻസിയൻ്റ് ആയിരിക്കും, അതായത് പെർമനൻ്റ് അല്ല. ട്രാൻസിയൻ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. എന്ത് ചെയ്യും, അത് മാറും അല്ലേ. കോമൺ കോൾഡൊക്കെ നമ്മൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലൊക്കെ അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോഴത്തേനും അത് മാറിപ്പോവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൽഫ് ലിമിറ്റഡ് അല്ലെങ്കിൽ മൈനർ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്ത് സ്റ്റാറ്റസിനെ ഓൾട്ടർ ഒന്നും ചെയ്യില്ല അത്. ദെൻ സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്. Stable chronic illness, a problem with an expected duration of at least 1 year or until the death of the patient. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്രോണിക് ഇൽനെസ് പേഷ്യൻറ്റിന് എന്തായിരിക്കും, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ അവിടെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. വെൽ കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷന്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ്, കാറ്ററാക്ട്, BHP, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷന് പേഷ്യൻറ്റ് എന്തായാലും ഒരു 1 year എങ്കിലും ഡ്യൂറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അണ്ടിൽ ഡെത്ത് വരെ ഉണ്ടാവും. പക്ഷേ അതെന്താണ്, സ്റ്റേബിളാണ്, അൺസ്റ്റേബിൾ അല്ല. അപ്പോൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, പക്ഷെ ഭയങ്കര കൂടുതലൊന്നുമില്ല, ആൾക്ക് അസുഖമുണ്ട്, എന്നാലും ഒരു നോർമൽ ഇതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടേ ഉണ്ടാവുള്ളൂ. ആ ഒരു ലെവലിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ് ഓർ ഇഞ്ചുറി. അക്യൂട്ട് ഇഞ്ചുറി ആണ്, ബട്ട് ഇറ്റ് ഈസ് അൺകോംപ്ലിക്കേറ്റഡ്. A recent or new short-term problem with a low risk of morbidity for which treatment is considered. അപ്പോൾ ഒരു ഷോർട്ട് ടേം ആണ്, അല്ലെങ്കിൽ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, ലോ റിസ്ക് ആയിരിക്കും. റിസ്ക് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു റിസ്ക് ഉണ്ടാവും. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, സിസ്റ്റൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ്, സിമ്പിൾ സ്പ്രെയിൻ അല്ലേ. സിമ്പിൾ സ്പ്രെയിനൊക്കെ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ്. നമ്മളിപ്പോൾ കാല് അല്ലെങ്കിൽ ഒന്ന് ഉളുക്കിയെന്ന് വിചാരിക്കുക, ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി, ഒരു ഉളുക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, വെറുതെ അങ്ങനെ ഇടില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ക്രൈപ്പ് ബാൻഡേജ് വെച്ചിട്ടൊന്ന് ചുറ്റി വയ്ക്കും അല്ലേ. അപ്പോൾ ട്രീറ്റ്മെൻറ്റാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പെയിന് കുറേ ദിവസത്തേക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഒരാഴ്ച കൊണ്ട് കുറയേണ്ടത് ചിലപ്പോൾ 2-3 ആഴ്ചയായിരിക്കും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ലോ റിസ്ക് എന്ന് പറയുന്നത്. Then chronic illness with exacerbation, progression or side effects of treatment. അതായത് ക്രോണിക് ഇൽനെസ് ആയിരിക്കും, പേഷ്യൻറ്റിന് സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. അതിന് എന്ത് വരികയാണ്, എക്സാസർബേഷൻ വരികയാണ്. എക്സാസർബേഷൻ അല്ലെങ്കിൽ പ്രോഗ്രഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ വരികയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആസ്മ കുറേ പേഷ്യൻസിന് ആസ്മ ഉണ്ടാവും. ഈ ആസ്മ ഉള്ള പേഷ്യൻസിന് ചില സമയത്ത് അവർക്ക് എക്സാസർബേഷൻ വരും അല്ലേ. ഇപ്പോൾ ഡസ്റ്റൊക്കെ ഒന്ന് തട്ടി അല്ലെങ്കിൽ കോൾഡ് അടിച്ചു അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്തേക്ക് അവർക്ക് എന്ത് ചെയ്യും, ഒന്ന് എക്സാസർബേഷൻ വരും. ഓക്കെ, അതാണ് ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ എന്ന് പറയുന്നത്. അവിടെ ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, ബട്ട് ഡസ് നോട്ട് റിക്വയർ കൺസിഡറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയർ. അപ്പോൾ അവർക്ക് ആസ്മ കൂടിയിട്ടുണ്ടെങ്കിലും അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കേണ്ട രീതിയിലേക്ക് അത്രത്തോളം അതങ്ങോട്ട് എക്സാസർബേഷൻ വന്നിട്ടില്ല, ഈവൻ ദോ ഒരു ക്രോണിക് ഇൽനെസ് എക്സാസർബേഷൻ വന്നതാണെങ്കിലും. ഓക്കെ, ദെൻ അൺഡയഗ്നോസ്ഡ് ന്യൂ പ്രോബ്ലം വിത്ത് അൺസർട്ടൺ പ്രോഗ്നോസിസ്. അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂ പ്രോബ്ലം ആണ് വിത്ത് അൺസർട്ടൺ പ്രോഗ്നോസിസ്. ഞാൻ മുന്നേ ഇട്ടാകുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൺസർട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ പ്രോഗ്നോസിസ് അതെങ്ങോട്ടേക്ക് പോവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലംപ് ഇൻ ബ്രസ്റ്റ് അല്ലേ. ബ്രസ്റ്റിലൊരു മുഴയുണ്ട്, നമ്മളത് നോക്കി മുഴയാണെന്ന് കണ്ടുപിടിച്ചു, പക്ഷെ നമുക്കത് മേ ബി ഇപ്പം അത് ബിനൈൻ ആയിരിക്കും, പക്ഷെ അത് എങ്ങോട്ടേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അത് ക്യാൻസർ കണ്ടീഷനിലേക്ക് മാറാം. ഓക്കെ, സോ അതാണ് ലംപ് ഇൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ അൺസർട്ടൺ പ്രോഗ്നോസിസ്.
അപ്പോൾ അൺഡയഗ്നോസിസ് ന്യൂ പ്രോബ്ലം വിത്ത് അൺസർട്ടൺ പ്രോഗ്നോസിസ് എക്സാമ്പിളാണ് ഹൈ റിസ്ക് ഓഫ് മോർബിഡിറ്റി വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹൈ റിസ്ക് ഓഫ് മോർബിഡിറ്റി വരാൻ സാധ്യതയുണ്ടത്. ദെൻ അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ്. സിസ്റ്റമിക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി ആസ് എ പാർട്ട് ഹോൾ എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമിക് സിംറ്റംസ് എന്ന് പറയുക. ഓക്കെ, ഫീവർ വരിക, ബോഡി ഏക്ക്, ഫാറ്റിക്ക്, ക്ഷീണം വരിക, അതിനൊക്കെയാണ് നമ്മൾ സിസ്റ്റമിക് സിംറ്റംസ് എന്ന് പറയാം. അപ്പം ഇപ്പോൾ ഒരു ന്യൂമോണൈറ്റിസ്. ഓക്കെ, ന്യൂമോണിയ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരിക, നമുക്കതിൻ്റെ കൂടെ ഫീവർ വരികയാണ്, ബോഡി ഏക്സ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്കത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ അതാണ് അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ് എന്ന് പറയുന്നത്. പൈലോനെഫ്രൈറ്റിസ്, ന്യൂമോണൈറ്റിസ് ഓർ കോളൈറ്റിസ്. പിന്നെ അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി. നേരത്തെ നമ്മൾ അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി പറഞ്ഞു. ഇത് അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹെഡ് ഇഞ്ചുറി വിത്ത് ബ്രീഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു ഹെഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അതൊരു അക്യൂട്ട് ഇഞ്ചുറിയാണ്, പക്ഷേ അതെന്താണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറിയാണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്, മോർബിഡിറ്റിൻ്റെ റിസ്ക് നമുക്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഹൈ റിസ്ക് ആയിരിക്കും വരുന്നുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ടേമാണ് ക്രോണിക് ഇൽനെസ് വിത്ത് സിവിയർ എക്സാസർബേഷൻ. നേരത്തെ നമ്മൾ സിവിയർ എന്നുള്ള ടേം പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എക്സാസർബേഷനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ്. അത് മേ റിക്വയർ ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയർ ആവശ്യമായിട്ട് വരും. രണ്ടും ക്രോണിക് ഇൽനെസ് ആണ്, പക്ഷേ ഇവിടെ സിവിയർ എക്സാസർബേഷൻ വരുന്നുണ്ടാവും. Then acute or chronic illness or injury that poses a threat to life or bodily function. അക്യൂട്ട് ആണ് അല്ലെ ക്രോണിക് ഇൽനെസ് ആണ്, പക്ഷേ അതെന്ത് ചെയ്യും, പോസസ് എ ത്രെഡ് ടു ലൈഫ്, നമ്മളെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനായിരിക്കും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ, അക്യൂട്ട് MIA, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, പൾമണറി എംപോളസ്, സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, പ്രോഗ്രസീവ് സിവിയർ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സൈക്യാട്രിക് ഇൽനെസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അക്യൂട്ട് റീനൽ ഫെയിലർ, പെരിട്ടോണൈറ്റിസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസൊക്കെ നമുക്ക് എന്താണ്, അക്യൂട്ടോ അല്ലെ ക്രോണിക് ആയിട്ടും വരാവുന്നതാണ്, പക്ഷേ അതെന്താണ്, അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് അല്ലേ, ഡെത്തിലേക്ക് പോകാൻ, MI ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡെത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള കണ്ടീഷനെയാണ് നമ്മൾ അക്യൂട്ട് ഓർ ക്രോണിക് ഇൽനെസ് എന്ന് പറഞ്ഞിട്ട്, ഓർ ഇഞ്ചുറി ദാറ്റ് പോസസ് എ ത്രെഡ് ടു ലൈഫ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് ഈ ടേമുകളൊക്കെ നമുക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്ന ടേബിളിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടേം മാത്രമേ പറഞ്ഞു പോവുള്ളൂ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അതിൽ വരുന്നൊരു ടേമാണ്, ആ ടേബിളിൽ വരുന്നൊരു ടേമാണ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വെറും നമ്മൾ ലാബിൽ ചെയ്യുന്നത് മാത്രമല്ല, ബാക്കി ഇമേജിങ്, എക്സ്റേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫിസിയോളജിക് ഡാറ്റാസ്. ടെസ്റ്റ് ആർ ഇമേജിങ്, ലബോറട്ടറി, സൈക്കോമെട്രിക് ഓർ ഫിസിയോളജിക് ഡാറ്റാസ്. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാണ്, ടെസ്റ്റ് എന്ന് പറഞ്ഞ ടേമിൽ നമുക്ക് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ എക്സ്റ്റേണൽ എന്നുള്ള ടേം, എക്സ്റ്റേണൽ ഫിസിഷ്യനെയാണ്, എക്സ്റ്റേണൽ നോട്ട്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെറും എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ നോട്ട്സ് ആണ്. എക്സ്റ്റേണൽ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ റെക്കോർഡ്സ്, കമ്മ്യൂണിക്കേഷൻസ് ഓർ ടെസ്റ്റ് റിസൾട്ട്സ് ഫ്രം എൻ എക്സ്റ്റേണൽ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഫെസിലിറ്റി ഓർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ നമ്മളെ അടുത്തൊക്കെ ഒരു പേഷ്യൻ്റ് എപ്പോഴും ആ പേഷ്യൻ്റ് നമ്മളെ അടുത്തായിരിക്കണം എന്നില്ല ആദ്യം തന്നെ വന്ന് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് എന്തായിരിക്കും, ചിലപ്പോൾ വേറെ 2-3 ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത് പേഷ്യൻ്റ് മുന്നേ കണ്ട ഡോക്ടേഴ്സിൻ്റെ നോട്ട്സ്, പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, അതുപോലെ അവർ ചെയ്യിപ്പിച്ച ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടാവും, അങ്ങനത്തെ, അല്ലെങ്കിൽ അവരുമായിട്ട് മെസ്സേജ് അയച്ചതിൻ്റെയോ ചാറ്റ് ചെയ്തതിൻ്റെയോ ഒക്കെ പിന്നെ വോയിസോ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കേൾപ്പിച്ചൊക്കെ തരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റേണൽ നോട്ട്സ് എന്ന് പറയും. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇതുപോലത്തെ റെക്കോർഡ്സ്, കമ്മ്യൂണിക്കേഷൻസ്, ടെസ്റ്റ് റിസൾട്ടിനൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ നോട്ട്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. എക്സ്റ്റേണൽ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നേ പേഷ്യൻ്റ് നമ്മളെടുത്ത് വരുമ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഡോക്ടറെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു ടേമാണ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ, അതായത് പാരൻ്റ് ആവാം, ഗാർഡിയൻ ആവാം, സറോഗേറ്റ് ആവാം, സ്പൗസ് ആവാം,
വിറ്റ്നസ് ആവാം. ഓക്കെ, ഈ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയും. പേഷ്യൻറ്റിൻ്റെ പാരൻസ് ആവാം, ചെറിയ കുട്ടിയൊക്കെയാണെങ്കിൽ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗാർഡിയൻസ് ആയിരിക്കും പറയുന്നുണ്ടാവുക, സെറോഗേറ്റ്സ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്പൗസ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിപ്പോൾ ആക്സിഡൻറ്റ് കേസൊക്കെയാണ് കൊണ്ടുവരുന്ന ആളായിരിക്കും, വിറ്റ്നസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അവരെ ഹിസ്റ്ററിയൊക്കെ പറയുന്നുണ്ടാവുക. അവരെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിന് നമുക്കൊരു CPT കോഡും അതിനൊരു ഇൻ്റർപ്രിട്ടേഷനും ഉണ്ടാവും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ടേബിൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോഴായിരിക്കും ഒന്നും കൂടെ ക്ലിയർ ആവുക. ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് CPT ഇപ്പോൾ ഒരു ടെസ്റ്റാണത്. ഇപ്പോൾ USG സ്കാനിങ്, അബ്ഡമൻ USG സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു CPT കോഡ് പ്രസൻ്റ് ആണ്, അതിനൊരു ഇൻ്റർപ്രിട്ടേഷനും പ്രസൻ്റ് ആണ്. അങ്ങനത്തെ ഒരു കോഡുള്ള ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ അപ്രോപ്രിയേറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഡിസ്കഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഡാറ്റ എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പേഷ്യൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് കെയറിലല്ലാത്ത ആൾക്കാർ, എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ലോയർ, പരോൾ ഓഫീസർ, കേസ് മാനേജർ, ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഈ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ തെളിവുകളോ ഒക്കെ എന്ത് ചെയ്യാണ്, ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് സോഴ്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ടേബിൾ 2 നോക്കാം, ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് MDM. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടേബിൾ 1 പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് MDM തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് MDM കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് വെച്ചിട്ട് തന്നെ കോഡ് എടുക്കാം. തന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് കോഡ് എടുക്കേണ്ട ആവശ്യമുള്ളൂ, MDM സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെയും ഞാനൊരു പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്, ലെവൽ ഓഫ് MDM ബേസ്ഡ് ഓൺ 2 ഔട്ട് ഓഫ് 3 എലമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 എലമെൻറ്റ്സിൽ 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MDM നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് MDM അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ്, അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ദെൻ ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ളത് റിസ്ക്. ഇതിനെ 3 ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് 99211. അത് നോട്ട് അപ്ലിക്കബിൾ ആണ്, MDM അതിൽ അപ്ലിക്കബിൾ അല്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നമ്മൾ കോഡ്സ് വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ദെൻ 99202ലും 99212ലും സ്ട്രെയിറ്റ് ഫോർവേഡ് MDM ആണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ് മിനിമൽ എന്ന് പറയുന്നുണ്ട്. ഈ മിനിമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ കുറച്ച് മുന്നേ നമ്മളത് പറഞ്ഞു. അത് 1 സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലം എന്താണെന്നുള്ളത് ഓർ മൈനർ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കോമൺ കോൾഡോ അല്ലെങ്കിൽ ഇൻസെക്റ്റ് ബൈറ്റോ അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, സെൽഫ് ലിമിറ്റഡ് അല്ലെങ്കിൽ മൈനർ പ്രോബ്ലം എന്ന് പറയും. സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ നമുക്കതിനെ മിനിമൽ എന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മൾ ഡാറ്റാസ് റിവ്യൂ ചെയ്തത് മിനിമൽ ഓർ നണ്ണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമില്ല, വേണം എന്നുള്ളത് നിർബന്ധമില്ല. റിസ്ക് നോക്കുകയാണെങ്കിൽ മിനിമൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എലമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സ്ട്രെയിറ്റ് ഫോർവേഡ് MDM എടുക്കാം. സ്ട്രെയിറ്റ് ഫോർവേഡ് MDM പറയുന്ന കോഡുകളാണ് 202ഉം 212ഉം പറയുന്നത്. ദെൻ നെക്സ്റ്റ് MDM വരുന്നതാണ് ലോ MDM. 203ഉം 213ഉം ആണ്. അതിൽ നമ്മൾ പ്രോബ്ലംസ് അഡ്രസ്ഡ് ലോ എന്ന് പറയുന്നുണ്ട്. ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയ്തർ നമുക്ക് 2 or more സെൽഫ് ലിമിറ്റഡ് മൈനർ പ്രോബ്ലംസ്, 2 or 2ൽ കൂടുതലോ മൈനർ പ്രോബ്ലംസ് ആവാം, ഓർ 1 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്. സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് നമ്മൾ പറഞ്ഞു, ഒരു സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്, ഒരു കൺട്രോൾഡ് ബ്ലഡ് പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതും അല്ലെങ്കിൽ ഓർ 1 അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി, അല്ലേ, നമ്മൾ സ്പ്രെയിന് അല്ലെങ്കിൽ സിസ്റ്റൈറ്റിസ് ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു അൺകോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി ആണെങ്കിലും നമ്മളത് ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ് ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ 2 or 2ൽ കൂടുതലോ സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലംസോ, 1 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്സോ, അല്ലെങ്കിൽ 1 അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ്. 2023 നമുക്ക് ഈ ഒരു ലോ ലെവലിൽ നമുക്ക് 2 ഡെഫിനിഷൻസും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നതാണ്, ഒന്ന് 1 സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ്,
രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് 1 acute uncomplicated illness or injury requiring hospital inpatient or observation level of care. നിങ്ങളെ ബുക്കിൽ ഇതുണ്ടാവും, ഈ 2 പോയിന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 1 സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡെഫിനേഷൻ വായിച്ചു കൊടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എ പ്രോബ്ലം ദാറ്റ് ഈസ് ന്യൂ ഓർ റീസെൻറ്റ് ഫോർ വിച്ച് ട്രീറ്റ്മെൻറ്റ് ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ്. അതായത് ഒരു സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് ഇൽനെസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അക്യൂട്ട് ഇൽനെസ്സിൻ്റെ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദ പേഷ്യൻ്റ് ഇസ് ഇംപ്രൂവ്ഡ് ആൻഡ് വൈൽ റെസൊല്യൂഷൻ മേ നോട്ട് ബി കംപ്ലീറ്റ്. അതായത് പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്, എന്നാലോ അത് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻറ്റിന് ആ കണ്ടീഷൻ റിസോൾവ്ഡ് ആയിട്ടുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ് എന്ന് പറയാം. അക്യൂട്ട് കണ്ടീഷൻ ആയിരിക്കും, എന്നാൽ അത് കംപ്ലീറ്റ് റെസൊല്യൂഷൻ വന്നിട്ടുമില്ല. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ് എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ് വരുന്നത് നമുക്ക് നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ്ഡ് ലോയിലാണ്. ഒരു സ്റ്റേബിൾ അക്യൂട്ട് ഇൽനെസ് ആണ് ഡോക്ടർ അസസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കത് ലോയിലാണ് വരിക. അതുപോലെ തന്നെ അതിൽ രണ്ടാമത് ആഡ് ചെയ്ത വേറൊരു പോയിൻ്റാണ് acute uncomplicated illness or injury requiring hospital inpatient or observation level care. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ acute uncomplicated illness ആ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. റീസെൻറ്റ് ഓർ ഷോർട്ട് ടേം പ്രോബ്ലം വിത്ത് ലോ റിസ്ക് ഓഫ് മോബിലിറ്റി ഫോർ വിച്ച് ട്രീറ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ലിറ്റിൽ ടു നോ റിസ്ക് ഓഫ് മോർട്ടാലിറ്റി വിത്ത് ട്രീറ്റ്മെൻറ്റ് ഓർ ഫുൾ റിക്കവറി വിത്തൗട്ട് ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് is expected and the treatment required is delivered in a hospital inpatient or observation level setting. അതായത് ഇവിടെ നമുക്ക് അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ് ഓർ ഇഞ്ചുറി ആണ്, പക്ഷേ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഇൻപേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ കെയറിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് നമുക്ക് 2023 ആഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ്ഡ് ലോയിൽ വരുന്നത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഏതിൽ പെടും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കി ടാബിൾ യൂസ് ചെയ്തിട്ട് കോഡ് എടുക്കാം. അതിലൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഇങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ. MDM ഒക്കെ മിക്കവാറും കേസിൽ MDM ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല, കാരണം നമുക്കത് തന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടാബിളൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു തരണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ് കേട്ടോ. ദെൻ എമൗണ്ട് ഓഫ് ഡാറ്റാസ് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡിൽ നമുക്ക് 2 കാറ്റഗറി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മസ്റ്റ് മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ 2 കാറ്റഗറീസ്. അപ്പോൾ ഈ 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ലിമിറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, കാറ്റഗറി 1 ഏതർ കാറ്റഗറി 1 സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ കാറ്റഗറി 2 സാറ്റിസ്ഫൈ ചെയ്യണം. കാറ്റഗറി 1 എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ എനി കോമ്പിനേഷൻ ഓഫ് 2 ഫ്രം ദ ഫോളോയിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റഗറി 1-ൽ നമുക്ക് 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? കാറ്റഗറി 1 സാറ്റിസ്ഫൈ ചെയ്തു. റിവ്യൂ ഓഫ് പ്രയർ എക്സ്റ്റേണൽ നോട്ട്സ് ഫ്രം ഈച്ച് യൂണിക് സോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എക്സ്റ്റേണൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് വരുന്ന നോട്ടോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്റ്റേണൽ നോട്ട്സ് എന്ന് പറയാം. അപ്പോൾ റിവ്യൂ ഓഫ് പ്രയർ എക്സ്റ്റേണൽ നോട്ട്സ് ഫ്രം ഈച്ച് യൂണിക് സോഴ്സ്, റിവ്യൂ ഓഫ് റിസൾട്ട് ഓഫ് ഈച്ച് യൂണിക് സോഴ്സ്. ഓരോ ടെസ്റ്റിൻ്റെയും റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും മതി, അല്ലെങ്കിൽ ഓർഡറിങ് ഓഫ് ഈച്ച് യൂണിക് ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഓർഡർ ചെയ്തതായാലും മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാറ്റഗറി 1 സാറ്റിസ്ഫൈ ചെയ്തു. കാറ്റഗറി 1 സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്കത് ലിമിറ്റഡ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാറ്റഗറി 2 ആയിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അത് പറയുന്നത് അസസ്മെൻറ്റ് റിക്വയറിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ. ഓക്കെ, അതായത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ നമ്മൾ പറഞ്ഞിരുന്നു, പാരൻറ്റോ ഗാർഡിയനോ സറോഗേറ്റോ അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അവരെന്തെങ്കിലും പോയിന്റുകളൊക്കെ അതായാലും മതി നമുക്ക്. ഓക്കെ, അപ്പോൾ കാറ്റഗറി 2 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻസിൻ്റെ അടുത്തു നിന്നുള്ള ഡീറ്റെയിൽസും, കാറ്റഗറി 1 നമ്മൾ 3 പോയിന്റ് പറഞ്ഞു. അതിലേതെങ്കിലും 2 പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി 1 എടുക്കാം. അപ്പോൾ ലിമിറ്റഡ് എന്നുള്ള ടേം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഡാറ്റാസ് റിവ്യൂഡ് ലിമിറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്തർ നമുക്ക് ഏതെങ്കിലും
വൺ കാറ്റഗറിയോ അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറിയോ രണ്ടാമത്തെ കാറ്റഗറി ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദെൻ റിസ്ക് നോക്കുകയാണെങ്കിൽ ലോ റിസ്ക് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ദെൻ 99204 മോഡറേറ്റ് 204ഉം 214ഉം വരുന്നുണ്ട്. മോഡറേറ്റ് MDM ആണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ് മോഡറേറ്റ് എന്ന് പറയുന്നുണ്ട്. ഈ മോഡറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 or more chronic illness വിത്ത് എക്സാസർബേഷൻ, പ്രോഗ്രഷൻ ഓർ സൈഡ് എഫക്ട്സ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ആസ്മ വിത്തൗട്ട് ഹോസ്പിറ്റലൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ അതെടുക്കാം. അപ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതലോ അങ്ങനത്തെ കണ്ടീഷനോ അല്ലെങ്കിൽ 2 or more സ്റ്റാബിൾ ക്രോണിക് ഇൽനെസ്, BP വരിക, ഡയബറ്റീസും വരിക, or one undiagnosed new problem with uncertain prognosis. നമ്മൾ പറഞ്ഞിരുന്നു ലംപ് ഇൻ ബ്രസ്റ്റ്, അങ്ങനത്തെ ഒരെണ്ണം ആയാൽ മതി. ഓർ അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ്, ന്യൂമോണിയ പോലെയുള്ള അല്ലേ, അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓർ വൺ അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി, ഒരു ഹെഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു MIയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഹെഡ് ഇഞ്ചുറിയോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം നമ്മൾ മോഡറേറ്റിലാണ് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് ഡാറ്റാസ് റിവ്യൂ ചെയ്തത് മോഡറേറ്റ് ആണ്. അവിടെ മസ്റ്റ് മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 of the 3 കാറ്റഗറീസ്. നേരത്തെ നമ്മൾ 2 കാറ്റഗറിയാണ് പറഞ്ഞത്, ഇവിടെ നമുക്ക് 3 കാറ്റഗറി ഉണ്ട്. 3 കാറ്റഗറിയിലെ ഏതെങ്കിലും ഒരു കാറ്റഗറി, ഏതെങ്കിലും ഒരു കാറ്റഗറി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മോഡറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ കാറ്റഗറി 1 പറയുന്നത് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ്സ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയനും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം ഇനി കോമ്പിനേഷൻ ഓഫ് 3 ഫ്രം ദ ഫോളോയിങ് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും 3 എണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ കാറ്റഗറി 1 സാറ്റിസ്ഫൈ ചെയ്തു. റിവ്യൂ ഓഫ് പ്രയർ എക്സ്റ്റേണൽ നോട്ട്സ്, റിവ്യൂ ഓഫ് ടെസ്റ്റ് റിസൾട്ട്, ഓർഡറിംഗ് ഓഫ് ഈച്ച് യൂണിക് ടെസ്റ്റ്, അസസ്മെൻറ്റ് റിക്വയറിംഗ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻ. ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി 1 ആയി. കാറ്റഗറി 2 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ ടെസ്റ്റ് പെർഫോംഡ് ബൈ അനദർ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അപ്പോൾ വേറൊരു ഡോക്ടർ ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരിക്കും. അതിന് നമുക്കൊരു CPT കോഡും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മളുടെ അടുത്തേക്ക് വന്നു, ആ പേഷ്യൻ്റ് USG അബ്ഡമൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ USG അബ്ഡമന് നമുക്കൊരു CPT കോഡ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കോഡായിരിക്കും. അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ആയിരിക്കും, ഒരു ടെസ്റ്റ് ആയിരിക്കും. അവിടെ ബ്രാക്കറ്റിൽ കണ്ടോ, നോട്ട് സെപ്പറേറ്റ്ലി റിപ്പോർട്ടഡ്. നമ്മൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സെപ്പറേറ്റ് ഇവിടെ നമ്മളത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സെപ്പറേറ്റ് പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വേറെ ഡോക്ടറാണ് ചെയ്യിപ്പിച്ചത്, ഈ ഡോക്ടറായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നുണ്ടാവുക. ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തതിന് നമ്മൾ സെപ്പറേറ്റ് നമ്മളതിന് കോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് പിന്നെ ഇവിടെ കാറ്റഗറി 2 കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മളത് കാറ്റഗറി 2 എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നെ അതിന് സെപ്പറേറ്റ് CPT കോഡ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെപ്പറേറ്റ് CPT കോഡ് ഉള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും, പക്ഷേ അത് നമ്മൾ സെപ്പറേറ്റ് റിപ്പോർട്ട് ചെയ്യാതെ ഇവിടെ കാറ്റഗറി 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാറ്റഗറി 2 ആണ്. ദെൻ കാറ്റഗറി 3 എന്ന് പറയുന്നത് ഡിസ്കഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ടെസ്റ്റ് ഓർ മാനേജ്മെൻറ്റ് ഓർ ടെസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബാക്കി അപ്രോപ്രിയേറ്റ് സോഴ്സായിട്ട് വേറെ പ്രൊഫഷണൽസ്, ലോയേഴ്സോ പരോൾ ഓഫീസേഴ്സോ അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാറ്റഗറി 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എയ്തർ ഇതിലെ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതിനെ മോഡറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ റിസ്ക് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് റിസ്ക്കും ആയിരിക്കും. ദെൻ 4ാമത്തെ ടൈപ്പ് ഓഫ് MDM ആണ് ഹൈ MDM, ഹൈ കോംപ്ലക്സിറ്റി MDM 205, 215 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ആൻഡ് പ്രോബ്ലംസ് അഡ്രസ്ഡിൽ ഹൈ ആണ്. 1 or more ക്രോണിക് ഇൽനെസ് വിത്ത് സിവിയർ എക്സാസർബേഷൻ അല്ലേ, ആസ്മ വിത്ത് സിവിയർ എക്സാസർബേഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓർ അക്യൂട്ട് ഓർ ക്രോണിക് ഇൽനെസ് ദാറ്റ് പോസസ് എ ത്രെറ്റ് ടു ലൈഫ്. നമ്മൾ നേരത്തെ MIയോ അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയറോ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് വരുന്നതൊക്കെ, അങ്ങനത്തെ ഒന്നിൽ കൂടുതലോ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഹൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക.
പിന്നെ എക്സ്റ്റെൻസീവിൻ്റെ പോയിൻറ്റ് നമ്മൾ ഡാറ്റാസ് റിവ്യൂ ചെയ്തത് എക്സ്റ്റെൻസീവാണ്. എക്സ്റ്റെൻസീവിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ് ഇതാണ്: മസ്റ്റ് മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 3 കാറ്റഗറീസ്. 3 കാറ്റഗറിയിലെ 2 കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയും സമയം നമ്മൾ പറഞ്ഞതിലൊക്കെ ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 2 കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നേരത്തെ നമ്മളിപ്പോൾ മുന്നേ മോഡറേറ്റിന് പറഞ്ഞ സെയിം ആണ് കാറ്റഗറിയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. കാറ്റഗറി 1ലും കാറ്റഗറി 2ലും കാറ്റഗറി 3ലും ഒക്കെ സെയിം ആണ്. പക്ഷേ ആകെയുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ 2 കാറ്റഗറീസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് എക്സ്റ്റെൻസീവായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റിസ്ക് നോക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കും. അപ്പോൾ 3 എലമെൻറ്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക: പ്രോബ്ലംസ് അഡ്രസ്ഡ്, ഡാറ്റ റിവ്യൂഡ്, റിസ്ക്. അതിലേതെങ്കിലും 2 സാറ്റിസ്ഫൈ ചെയ്ത് എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MDM സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് E&Mൽ ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് നമുക്ക് നോക്കാം. അപ്പം അതിൽ the following codes are used to report evaluation and management services provided in the office or in an outpatient or other ambulatory facility. അപ്പോൾ നമ്മൾ ഔട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാത്തത്. ഓക്കെ, ആ അടുത്ത സെൻറ്റൻസ് പറയുന്നത് എ പേഷ്യൻ്റ് ഇസ് കൺസിഡേർഡ് എൻ ഔട്ട് പേഷ്യൻറ്റ് അണ്ടിൽ ഇൻ പേഷ്യൻ്റ് അഡ്മിഷൻ ടു എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഒക്കേഴ്സ്. അപ്പോൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാത്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മൾ എന്ത് പറയാം? നമുക്ക് ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയാം. ഓക്കെ, ആംബുലേറ്ററി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലേ, വാനിലോ അല്ലെ ആംബുലൻസ് പോലെയുള്ള അങ്ങനത്തെ പുറത്തേക്കുള്ള അങ്ങനത്തെ സെറ്റിങ്സിലൊക്കെ പോയിട്ട് അപ്പോൾ അവരെ സൈറ്റിൽ പോയിട്ട് നോക്കുന്നൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ ട്രാവലിംഗ് ആയിട്ടുള്ള ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ മൂവിങ് എന്നാണ്. മൂവിങ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ റിമോട്ട് ഏരിയാസിലേക്കൊക്കെ എന്ത് ചെയ്യും? അങ്ങനത്തെ വാഹനങ്ങളായിട്ടായിരിക്കും അവർ OP കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോൾ പേഷ്യൻസിന് ഇങ്ങോട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? അങ്ങനെ പോയിട്ട് കാണിക്കുക. അതൊക്കെ നമുക്ക് എന്താണ്? ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യൻറ്റിന് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാത്തടത്തോളം കാലം അവരൊക്കെ നമുക്ക് എന്ത് പറയാം? ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി കോഡ് നോക്കുക. 99202ൽ ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് ഫോർ E&M മാനേജ്മെൻറ്റ് ഓഫ് എ ന്യൂ പേഷ്യൻറ്റ് വിച്ച് റിക്വയർസ് മെഡിക്കലി അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി ആൻഡ് ഓർ എക്സാമിനേഷൻ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് MDM. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ആണ് MDM പറയുന്നത്? സ്ട്രെയിറ്റ് ഫോർവേഡ് MDM ആണ് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് MDM എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ന്യൂ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ 202 കോഡ് എടുക്കാം. ഓക്കെ, ന്യൂ പേഷ്യൻ്റ് ആണെങ്കിൽ 202 കോഡ് എടുക്കാം. ഇനി ടൈമാണ് യൂസ് ചെയ്യുന്നത്. വെൻ യൂസിങ് ടൈം ഫോർ കോഡ് സെലക്ഷൻ 15 to 29 minutes ഓഫ് ടോട്ടൽ ടൈം സ്പെൻഡ് ഓൺ ദ ഡേറ്റ് ഓഫ് എൻകൗണ്ടർ. അപ്പോൾ ടോട്ടൽ ടൈം വരുന്നത് എത്രയായിരിക്കും? 15 തൊട്ടിട്ട് 29 മിനിറ്റ്. നമുക്ക് ചിലപ്പോൾ MDM ആയിരിക്കില്ല തരിക. 25 minutes ആണ് ടൈം എടുത്തത് ന്യൂ പേഷ്യൻറ്റിന് OPയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? 99202 കോഡ് എടുക്കാം. അപ്പോൾ എയ്തർ ടൈമിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ MDMനെ ബേസ് ചെയ്തിട്ടാണ് കോഡ് എടുക്കുക. ദെൻ 203 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇവിടെ എന്താണ്? നമ്മൾ MDM മാറി, ലോ ലെവൽ ഓഫ് MDM ആണ്. ടൈം മാറി 30 to 44 minutes ആയി. 204ൽ മോഡറേറ്റ് ലെവൽ ഓഫ് MDM ആണ്, 45 to 59 minutes ആണ്. 205ൽ ഹൈ ലെവൽ ഓഫ് MDM ആണ്, 60 to 74 minutes. അപ്പോൾ ഇത്രയാണ് നമ്മൾ ന്യൂ പേഷ്യൻറ്റിൻ്റെ കോഡുകൾ. എസ്റ്റാബ്ലിഷ്ഡിൽ 99211 ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് visit for the E&M management of established patient may not require the presence of a physician or other qualified healthcare professional. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ 211 നമുക്ക് MDM അതിനെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അവിടെ അത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇവിടെ പറയുന്നത് കണ്ടോ, മേ നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അപ്പോൾ അവിടെ ഡോക്ടർ അല്ല അവിടെ സർവീസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആയിരിക്കണം. എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്, വരികയാണ്, വന്നിട്ട് പറയുകയാണ് എനിക്ക് ഭയങ്കര തലകറക്കം. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ നോക്കുന്നുണ്ടാവില്ല. ഡോക്ടർ ആ പേഷ്യൻ്റ് നേഴ്സിൻ്റെ അടുത്ത് പറയും ആ BP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ എന്ന് പറയും, അല്ലെങ്കിൽ HP ഒന്ന് നോക്കൂട്ടോ എന്ന് പറയും. അപ്പോൾ അവിടെ ഡോക്ടർ അല്ല എന്ത് ചെയ്യുന്നത്, അവിടെ സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് MDM ഒന്നും അപ്ലിക്കബിൾ അല്ല. അത്രയും ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമേ നമുക്ക് ഈ ഒരു 99211ൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് MDM ബേസ്ഡ് അല്ല എന്ന് പറയുന്നത്. ദെൻ 99212ൽ പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് MDM ആണ്.
ടൈം നോക്കുകയാണെങ്കിൽ 10 to 19 മിനിറ്റ്സ്. 213 ലോ ലെവൽ ഓഫ് MDM. ഞാൻ പറയുന്നതൊക്കെ ഒന്ന് ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 20 to 29 മിനിറ്റ്സ്. 214 ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ലെവൽ 30 to 39 മിനിറ്റ്സ്. 215 ഹൈ ലെവൽ ഓഫ് MDM 40 to 54 മിനിറ്റ്സ്.